welcome to Anu's Kitchen. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു കപ്പ ബിരിയാണിയാണ്. കപ്പ ബിരിയാണി സാധാരണ ബീഫ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതിന്റെ റെസിപ്പി ഞാൻ നേരത്തെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അനൂസ് കിച്ചന്റെ ഒരു വ്യൂവർ ആയിട്ടുള്ള റോസ്ലിൻ സെയിം റെസിപ്പി തന്നെ ചിക്കൻ വെച്ച് ചെയ്തു എന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനും വീട്ടിൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ ആ റെസിപ്പിയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കപ്പ ബിരിയാണി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ കപ്പയും 1/2 കിലോ ചിക്കനും എടുത്തിട്ടുണ്ട്. രണ്ടും നന്നായിട്ട് കഴുകിയതിന് ശേഷം മീഡിയം സൈസിലുള്ള പീസായിട്ട് കട്ട് ചെയ്ത് വയ്ക്കുക. ഒരുപാട് ചെറിയ പീസായി പോകരുത്, ഇതുപോലെ കട്ട് ചെയ്യുക. പിന്നെ ചിക്കൻ എല്ലുള്ളത് തന്നെ എടുക്കണം, അല്ലെങ്കിൽ അതിന് ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മൾ ബീഫും അങ്ങനെ തന്നെയാണല്ലോ എടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ചിക്കൻ കുറച്ച് നേരം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. മിനിമം ഒരു അരമണിക്കൂറെങ്കിലും വെക്കണം, എന്നാലേ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ട് ഗ്രേവി ആക്കി എടുക്കുമ്പോൾ അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതിനകത്തേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് നാരങ്ങാ നീര് ചേർക്കാം. ഏകദേശം ഒരു 1 ടീസ്പൂൺ മതി. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ആ ചിക്കനിലോട്ട് ആ മസാല എല്ലാം പുരട്ടി വെക്കാം. ചിക്കനിലോട്ട് മസാല എല്ലാം പുരട്ടി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് അരമണിക്കൂർ മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് കപ്പ വേവിക്കണം. പിന്നെ ഈ മസാലയ്ക്കുള്ള സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ റെഡിയാക്കുകയും വേണം. ആദ്യം നമുക്ക് കപ്പ വേവിക്കാം. ഇപ്പോൾ ഒരു പാനിലോട്ട് കപ്പ ഇടാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം. കപ്പ വെന്തങ്ങ് കുഴഞ്ഞു പോകരുത്, നന്നായിട്ട് സോഫ്റ്റ് ആയാൽ മതി. ഇതിലേക്ക് നിറയെ വെള്ളം ഒഴിക്കാം. ഇപ്പം ഞാൻ കപ്പ വേവാൻ വെച്ചിട്ടുണ്ട്. ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പം ഇത് നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പിടാം. ഈ കപ്പ നമുക്ക് വേവിച്ചെടുക്കാം. നല്ല സോഫ്റ്റായി വരണം. കപ്പ ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. നമ്മൾ ഒരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. പക്ഷെ അങ്ങ് വെന്ത് കുഴഞ്ഞു പോയിട്ടില്ല. അങ്ങനെയാണ് വേണ്ടത്. ഇനി നമുക്ക് ഇതിൻ്റെ വെള്ളം ഊറ്റി മാറ്റി വയ്ക്കാം. അപ്പം നമുക്ക് കപ്പ ബിരിയാണി റെഡിയാക്കാം. ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതാണ് നല്ലത്, കാരണം നാടൻ സാധനമാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിനകത്തേക്ക് 10 ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചത് ചേർക്കാം. ഞാൻ ബീഫ് ചേർത്തിട്ടുള്ള കപ്പ ബിരിയാണിയിൽ ഇത്രയും ചെറിയ ഉള്ളി ചേർത്തിട്ടില്ല. ഇതിനകത്ത് ഞാൻ കുറച്ചധികം എടുത്തിട്ടുണ്ട്, കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവോള അരിഞ്ഞതും കൂടി ചേർക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഈ സവോളയും ചെറിയ ഉള്ളിയും നല്ലതായിട്ടൊന്ന് വാടിയതിന് ശേഷം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം. ഞാനൊരു അല്പം ഉപ്പ് ഇതിനകത്തോട്ട് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് വാടിക്കിട്ടും. ഇതിങ്ങനെ വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഉള്ളി നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു പച്ചമുളക് ചേർക്കാം. 2 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത് ചേർക്കാം. 2 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ചേർക്കാം. പച്ചമുളക് നിങ്ങൾക്ക് കുറച്ചും കൂടി കൂടുതൽ വേണമെങ്കിൽ എടുക്കാം. അത് എരിവിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇത് നമുക്ക് കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറണം. സവോള കുറച്ചും കൂടി നന്നായി ഒന്ന് വാടി വരുകയും വേണം. അപ്പോൾ ഉള്ളി നന്നായിട്ട് വാടിയിട്ട് ചെറുതായിട്ടൊന്ന് നിറം മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് മതിയാവും. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത് ചേർക്കാം. ഇത് ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ മസാലയാണ്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പൊടികളുടെ പച്ചമണം മാറണം. ഇപ്പോൾ പൊടികളുടെ പച്ചമണം നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ചേർക്കാം. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ആ മസാല ചിക്കനിൽ കോട്ട് ചെയ്തെടുക്കാം. ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പ് വേണമെങ്കിൽ ചേർക്കാം. നമ്മൾ നേരത്തെ കപ്പ വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്, ചിക്കൻ മാരിനേറ്റ് ചെയ്തപ്പോഴും ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് കണക്കാക്കിയിട്ട് ആവശ്യത്തിന് ചേർത്താൽ മതി. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതിനെ നമുക്ക് അടച്ചു വെച്ച് വേവിക്കണം. ഇതിനകത്തേക്ക് ഇപ്പോൾ വെള്ളം ചേർക്കണ്ട. ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ച് കഴിയുമ്പോൾ ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളം വരും. അത് നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുത്താൽ മതി. ചിക്കൻ വേവിക്കുമ്പോൾ എപ്പോഴും അതിൻ്റെ തന്നെ വെള്ളത്തിൽ വേവിക്കുന്നതാണ് നല്ലത്, നമ്മൾ എക്സ്ട്രാ വെള്ളം ചേർക്കുന്നതിനേക്കാളും. അതാണ് കൂടുതൽ ടേസ്റ്റി ആവുന്നത്. പിന്നെ നമുക്ക് ഇതിന് നല്ലൊരു മസാല പോലെയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് ഗ്രേവി ലൂസായി പോകണ്ട. അപ്പോൾ ഇത് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ചിക്കനിൽ നിന്ന് വരുന്ന വെള്ളം നോക്കിയിട്ട് കൂടുതൽ വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം.
10 മിനിറ്റ് ഞാൻ ചിക്കൻ അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടോ, കുറച്ച് വെള്ളം ഇതിനകത്തുനിന്ന് വന്നിട്ടുണ്ട്. ഇത്രയും വെള്ളം മതി ഇത് വെന്ത് കിട്ടാനായിട്ട്. അപ്പം ഞാൻ ഇതിനകത്തേക്ക് കൂടുതൽ വെള്ളം ചേർക്കുന്നില്ല. വീണ്ടും ഇത് അടച്ചു വെച്ചിട്ട് തീ കുറച്ചിട്ട് വേവിച്ചെടുക്കാൻ പോവാണ്. ഇതുപോലെ നല്ലൊരു മസാല പോലെയാണ് വേണ്ടത്. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്, കാരണം വെള്ളം കുറവായതുകൊണ്ട് ചിലപ്പോൾ അടിയിൽ പിടിക്കും. ഞാനൊരല്പം ഉപ്പും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും ഇത് അടച്ചു വെച്ച് ചെറിയ തീയിലിട്ട് വേവിച്ചെടുക്കാം. ബിരിയാണിയിൽ നമ്മൾ അവസാനം കുറച്ച് തേങ്ങ വറുത്തത് ചേർക്കുന്നുണ്ട്. അതിന് വേണ്ടി നമുക്ക് കുറച്ച് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ തേങ്ങ ചേർക്കാം. ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാം. നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ വറുത്താൽ മതി. ഞാൻ തേങ്ങ വറുത്തെടുത്തിട്ടുണ്ട്. എനിക്കിവിടെ കിട്ടുന്നത് ഫ്രോസൺ തേങ്ങ അല്ലെങ്കിൽ പാക്കറ്റിൽ വരുന്ന തേങ്ങയാണ്. അപ്പോൾ അതിൽ കുറച്ചൊക്കെ ഇങ്ങനെ വലിയ പീസായിട്ടായിരിക്കും കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ വറുത്തെടുക്കുമ്പോൾ എല്ലാം ഒരേപോലെ ഗോൾഡൻ കളർ ആവത്തില്ല. ചെറിയ പീസെല്ലാം പെട്ടെന്ന് ബ്രൗൺ ആവും, വലുത് ആ ഒരു വെള്ള കളറിൽ തന്നെ കിടക്കുകയും ചെയ്യും. അപ്പോൾ ഇതിലേക്ക് ഞാൻ പൊടികൾ ചേർക്കുവാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും ചേർക്കാം. അപ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെച്ചിരിക്കുകയാണ്. ഇനി ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ പൊടികൾ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഒരു അല്പം വെളിച്ചെണ്ണ, 1/4 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തു. ഇത് നമുക്ക് മാറ്റി വെക്കാം. ബിരിയാണി റെഡി ആയി കഴിഞ്ഞിട്ട് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്, കണ്ടോ, നല്ലൊരു മസാലയായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കപ്പ ചേർക്കാം. ഇതിനെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം കപ്പ ആവശ്യത്തിന് ഉടച്ചെടുക്കുക. ചിലർക്ക് നല്ലതായിട്ട് കുഴഞ്ഞിരിക്കുന്നതായിരിക്കും ഇഷ്ടം, അതായത് കപ്പ ഫുള്ള് നന്നായിട്ട് ഉടച്ചെടുക്കുന്നതായിരിക്കും ഇഷ്ടം. പക്ഷെ ഞാൻ എപ്പോഴും കുറച്ച് കപ്പ ഉടച്ചെടുത്തിട്ട് ബാക്കി അതുപോലെ തന്നെ ഇടുവാണ് ചെയ്യുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ഉടച്ചെടുക്കാം. അപ്പം ഞാൻ ഇതിനകത്തുനിന്നൊരു പകുതി കപ്പ ഒന്ന് ഉടച്ചെടുക്കാൻ പോവാണ്. അപ്പം ഞാൻ കപ്പ ആവശ്യത്തിന് ഉടച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് തേങ്ങ വറുത്തത് ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്തിരിക്കുകയാണ്. ഇതിനകത്ത് നമ്മൾ ആ വറുത്ത് ചേർത്ത തേങ്ങയുടെ ടേസ്റ്റ് നല്ലതായിട്ട് അറിയാൻ പറ്റും. അപ്പം അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുമ്പോൾ തേങ്ങ വറുത്തത് ഒരിക്കലും ഒഴിവാക്കരുത്. നമ്മുടെ ചിക്കൻ കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. നിങ്ങൾ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കണം. ബീഫ് കഴിക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവുമല്ലോ, അപ്പോൾ അവർക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ വീട്ടിൽ തയ്യാറാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ എനിക്ക് കമൻറ്റ് ചെയ്യാനും ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് വേറൊരു നല്ല റെസിപ്പിയായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് അനൂസ് കിച്ചൺ.